സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വീഡിയോ എന്ന് പറയുന്നത് മൂവി റിവ്യൂ ആണ്. കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്, അറിയാം. പക്ഷേ സമയം കിട്ടാറില്ല. ഓക്കെ ഫൈൻ, എന്തെങ്കിലും ആയിക്കോട്ടെ. കളങ്കാവൽ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ സിനിമയും നിങ്ങൾ കണ്ടുവരുന്നതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് തന്നെയാണ് ഈ സിനിമയിലും ചെയ്തു വച്ചേക്കുന്നത്. അതായത് ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അതിമാരക ട്വിസ്റ്റ്, ഭയങ്കരമായിട്ടുള്ള ക്ലൈമാക്സ്, ഇതൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇതൊന്നും അതിൻ്റെ അകത്തില്ല. ആദ്യമേ മമ്മൂട്ടി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ പറയാം, ഇതൊരു സ്പോയിലറാണ്. സ്പോയിലർ. ഓക്കെ, ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോക്കോ. സ്പോയിലർ തന്നെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇൻ്റർവ്യൂസിൽ മമ്മൂക്ക പറഞ്ഞതുപോലെ തന്നെയാണ്, പുള്ളിക്കാരൻ തന്നെയാണ് വില്ലൻ. അത് നമുക്ക് ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുള്ളിക്കാരനാണ് വില്ലനെന്ന് പോർട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു സംഭവം അതിൽ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാവും ഇയാൾ എത്രത്തോളം വലിയ സൈക്കോ ആണെന്ന്. ഒരൊറ്റ സീനേ ഉള്ളൂ. അതായത് ആദ്യമേ തുടങ്ങുന്നത് ചെറിയ ഉടായിപ്പിൽ നിന്നാണ്. തുടക്കം തന്നെ ഏതോ കുമാർ വിളിക്കുന്നു, അതായത് ഏതോ വർക്ക് സ്ഥലത്തുനിന്ന് കുമാർ വിളിക്കുന്നു, അങ്ങനെ വിളിച്ചാൽ പോയാലേ പറ്റുള്ളൂ. അതായത് പക്ക തിരുവനന്തപുരം സ്ലാങ്ങാണ് അതിൻ്റെ അകത്ത് ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ക തിരുവനന്തപുരംകാരൻ സംസാരിക്കും പോലെ തന്നെയാണ് മമ്മൂക്ക സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പുള്ളിക്കാരൻ ആദ്യമേ ഒരു വലിയൊരു ഉടായ്പിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന്. ഓക്കെ, ആദ്യം അതിൽ പറഞ്ഞതുപോലെ ഹാർഡ് കോർ വുമണൈസർ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം. ഓക്കെ, അയാൾ കണ്ടുപിടിച്ച് തേടിപ്പിടിച്ച് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ കെട്ടുപ്രായമായി നിൽക്കുന്നതല്ല, കഴിഞ്ഞ് നിൽക്കുന്ന കുറേ സ്ത്രീകളുണ്ടാവുമല്ലോ, അവർ ഡിവോഴ്സ്ഡായ സ്ത്രീകൾ, അങ്ങനത്തെ സ്ത്രീകളെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അത് ആദ്യമേ കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റാർട്ടിങ് സീനുണ്ട്. അതിൽ വേറൊന്നുമില്ല, ഒരു സ്ത്രീയെ കൊല്ലുന്ന സീന്. അതായത് ഇതേപോലെ ഓരോന്ന് പറഞ്ഞ് മയക്കി റൂമിലെത്തിച്ചു. ഓക്കെ, സെക്ഷൽ കാര്യങ്ങളെല്ലാം ഏർപ്പെട്ടു. എല്ലാം കഴിഞ്ഞ ശേഷം ഈ കൊല്ലുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞ് അവസാനം ആ സ്ത്രീ അങ്ങ് കൊല്ലും മമ്മൂക്ക. ഒരൊറ്റ ഷോട്ടാണ് ഇതെല്ലാം. ഇങ്ങനെ കാണിച്ച് പോകുന്നു. അടുത്ത സീനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷോള് കഴുത്തിലിടുന്നു, ഒറ്റ പിടി, അതും ചിരിച്ചുകൊണ്ട് അങ്ങ് കൊല്ലും. അപ്പോഴും മനസ്സിലാവും ഇയാൾ എത്രത്തോളം വലിയ സൈക്കോ ആണെന്ന്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2005, 2006 ആ ഒരു കാലഘട്ടത്തിലാണ് കാണിക്കുന്നത്. അതായത് നോക്കിയ ഫോൺസൊക്കെ ഇങ്ങനെ മറ്റേ പ്രൈം ടൈം ഉണ്ടല്ലോ, നോക്കിയ ഫോൺസിൻ്റെ ഒക്കെ പ്രൈം ടൈമുള്ള സമയമുണ്ടല്ലോ, അതായത് 2004, 2005, 2006 ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, അവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഡീറ്റെയിലിംഗ് ഭയങ്കര മോശമായിരുന്നു, സീരിയസ്ലി. അതായത് 2004, 2005 കാലഘട്ടം എന്ന് പറയുമ്പം അവർ കൂടുതലും ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സ്, അതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ്സിങ്, അതൊക്കെ ഓക്കെ ആയിരുന്നു. ആ ഒരു കാലഘട്ടം പോലെ തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഡ്രസ്സിങ്. പക്ഷേ ഔട്ട് ഓഫ് ഫോക്കസ്, അതായത് ഫ്രെയിമിലുള്ള, ഇപ്പം മമ്മൂക്കയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മൊത്തം ചുറ്റുപാടും നോക്കിയാൽ ഡീറ്റെയിലിംഗ് ഭയങ്കര മോശമാണ്. അതായത് ബാക്കിലുള്ളവർ വേറെ പുതിയ ജെൻസി ഡ്രസ്സൊക്കെ ഇട്ടാൽ കുറേ പേരെ നമുക്ക് ഫ്രെയിംസിൻ്റെ അകത്ത് കാണും. അതുപോലെ വണ്ടികൾ ഇഷ്ടം പോലെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. കാരണം 2004, 2005 കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടില്ലാത്ത വണ്ടികൾ നമുക്ക് ഓരോ ഫ്രെയിംസിൽ കാണാൻ പറ്റും. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ വണ്ടിയൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കും. അതുപോലെ പല സിനിമകൾ കാണുമ്പോൾ ഇപ്പം ഞാൻ ഫോക്കസ് അല്ലാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കണം. അതായത് മമ്മൂക്കയാണ് ഫോക്കസ് എങ്കിൽ ഞാൻ മമ്മൂക്കയെ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, ഞാൻ മൊത്തം ഓവറോൾ ശ്രദ്ധിക്കും. അത് എത്ര പേര് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കും. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത്. ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഡീറ്റെയിലിംഗ് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. മീൻസ് ഈ ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടി, ഫോണൊക്കെ ഓക്കെയാണ്, ഫോണൊക്കെ കാണിക്കുന്നത് ഓക്കെ. പക്ഷേ ആളുകൾ, സ്ഥലങ്ങൾ, ഇതൊക്കെ കാണിക്കുമ്പോൾ ന്യൂജൻ സാധനങ്ങൾ നമുക്ക് മനസ്സിലാവും. മമ്മൂട്ടി കമ്പനി പോലുള്ള ഒരു കമ്പനി ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഥ ജസ്റ്റ് അതിനകത്ത് പറയും പോലെ തന്നെ സൈനൈഡ് മോഹൻ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും സൈനൈഡ് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ടൊന്നും അതിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നു, കുറച്ച് പേരെ കൊല്ലാനായിട്ടുള്ള ടൂളായിട്ട് അതിനെ യൂസ് ചെയ്യുന്നു. പിന്നെ വിനായകൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്, ഭയങ്കര ഒരു ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിക്കും പോലെ എനിക്ക് തോന്നി, ഭയങ്കരമായിട്ട്.
ലാസ്റ്റ് ഫൈറ്റൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഒട്ടും കൺവിൻസിങ് ആയില്ല. ഇപ്പം മമ്മൂക്കയുടെ പ്രായമായാലും മമ്മൂക്കയ്ക്ക് അറിയാലോ ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ഞാൻ പല വീഡിയോസിലും പറയുന്നതാണ്. ഇപ്പം വന്ന് പൊങ്കാല ഇടുമായിരിക്കും, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. അഭിനയത്തിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഫൈറ്റൊക്കെ ഭയങ്കര ചവിട്ട് കൊള്ളുന്നതായാലും കൊടുക്കുന്നതായാലും ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട്, എസ്പെഷ്യലി നമ്മുടെ വിനായകൻ പറയാതിരിക്കാൻ വയ്യ. കുറേ സ്ഥലത്തൊക്കെ ഓക്കെ, പക്ഷേ കുറേ സ്ഥലത്തൊക്കെ ഭയങ്കര ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഭയങ്കര ഒരു നാടകം പോലെ എനിക്ക് തോന്നി. നാടകം മീൻസ് നാടകത്തിൽ അഭിനയിക്കില്ല, കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് സ്റ്റേജിലൊക്കെ അഭിനയിക്കുന്ന കണ്ടിട്ടില്ല, ആ ഒരു ലെവലിലോട്ട് അങ്ങനെ തോന്നി എനിക്കറിയില്ല എത്ര പേർക്ക് തോന്നിയെന്ന്. പുള്ളിക്കാരൻ അതിനകത്തൊരു പോലീസ് ഓഫീസറാണ്. ചില സ്ഥലത്തൊക്കെ ഓക്കെ നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം ഒറ്റ ഒരു എക്സ്പ്രഷനിൽ പുള്ളിക്കാരൻ ഓട്ടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒറ്റ എക്സ്പ്രഷൻ, ആദ്യം തൊട്ട് അവസാനം വരെ ഒറ്റ എക്സ്പ്രഷനാണ് പുള്ളിയുടെ മുഖത്തിങ്ങനെ മിന്നി മറഞ്ഞുകൊണ്ടിരുന്നത്. ആകെ കുറച്ച് വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഫൈറ്റ് സീനിലാണ്, അവസാനം മമ്മൂക്കയായിട്ടുള്ള ഫൈറ്റ് സീനിൽ. പക്ഷേ അവസാനം ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ നൈസായിരുന്നു കേട്ടോ, കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര സ്ലോയിൽ പോകുന്നൊരു സിനിമയാണ്, ഭയങ്കര സ്ലോയിൽ. ശരിക്കും പറഞ്ഞാൽ BGM മ്യൂസിക്കും കൊണ്ട് മാത്രം വളരെ രീതിയിൽ ബോറടിക്കാത്ത രീതിയിൽ അങ്ങനെ അങ്ങ് പോയി എന്ന് വേണം പറയാനായിട്ട്. ഒക്കെ ഒരു വൺ ടൈം വാച്ചബിൾ, അതായത് ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നും പറഞ്ഞ് സൈഫൈ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്ലോ പേസ് പടം. ഒരു ഒരു മമ്മൂക്കയുടെ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ, അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. മമ്മൂക്ക പറഞ്ഞതുപോലെ ഇതിൻ്റെ നടൻ എന്ന് പറയുന്നത് വിനായകനാണ്. വിനായകന് അവസാനം നല്ല കയ്യടിയും കിട്ടുന്നുണ്ട്. ഓക്കെ, കേസ് എന്തായാലും തെളിയിക്കുമല്ലോ, അത് നിങ്ങൾക്കറിയാമല്ലോ. അവസാനം എന്ന് പറഞ്ഞാൽ കേസ് തെളിയിക്കും. പക്ഷേ നമുക്ക് വില്ലൻ ആരാണെന്ന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, മമ്മൂക്കയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്യൂരിയോസിറ്റി ഇല്ല മമ്മൂക്കയാണ് ചെയ്തതെന്നും. പക്ഷേ ചെറിയ 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 ട്വിസ്റ്റുകളുണ്ട്, ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ. പിന്നെ നമ്മളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെ വുമൺസിനെ മൊളസ്റ്റ് ചെയ്ത സാധനങ്ങളായതുകൊണ്ട് ഒരുപാട് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. കുറച്ച് സെക്കൻഡ്സൊക്കെ ഉള്ളൂ ചിലരൊക്കെ, 1 മിനിറ്റ് 2 മിനിറ്റ്. നമ്മുടെ ദീപ്തി IPS ഒക്കെ ഉണ്ട് അവസാനം, പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു കുറച്ചധികം. അതുപോലെ റനീഷ പോലുള്ള 2-3 സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമാണ് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോയത്. ബാക്കിയുള്ളവരെല്ലാം ഒരു 1-2-3 മിനിറ്റിനകത്ത് അവർ തീരും. മീൻസ് അതായത് ഇത്രയും വുമൺസിനെ അയാൾ യൂസ് ചെയ്തു കൊന്നു എന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഇനിയിപ്പോൾ കുറേ ഫെമിനിസ്റ്റുകൾ പൊക്കി പിടിച്ചുകൊണ്ട് വരുമോ എന്തോ, അവരങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്തെന്ന്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഫെമിനിസ്റ്റുകൾക്ക് കൂടുതലായിട്ട് സംസാരിക്കാനുള്ള ഭയങ്കര താല്പര്യം. ഞാൻ ഒരിക്കലും ഫെമിനിസത്തിന് എതിരൊന്നുമല്ല, പക്ഷേ പറയാതിരിക്കാൻ വയ്യ, അവർ സെലക്റ്റീവായിട്ടാണല്ലോ, അറിയാലോ, പ്രത്യേകിച്ച് ഫിലിംസിൻ്റെ കാര്യം. ഓക്കെ, പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. പിന്നെ മമ്മൂക്കയുടെ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ, അഭിനയമൊന്നും പറയാതിരിക്കാൻ വയ്യ. ഈ എലക്ഷൻ ആയതുകൊണ്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. തേങ്ങ കൊല ആന്ന് പോട്ട്. എന്ത് പാടാണ് അതിന് പറയണത്, നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് പറഞ്ഞുകൂടാ. പറഞ്ഞു വന്നത് യവന്മാര ഓക്കെ, പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ അഭിനയം പറയാതിരിക്കാൻ വയ്യ. അതായത് ചില മൊമെൻറ്റിൽ നമുക്ക് തോന്നിപ്പോയി ഇങ്ങനെ എന്തോന്ന് കാണിക്കുന്നതെന്ന്. ചില സമയം അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ പേടിയാവുന്ന രീതിയിലാണ് കാണിച്ചു വെച്ചേക്കുന്നത്. ചില ഫ്രെയിംസ് ആയാലും, ഫ്രെയിംസ് പ്ലസ് മ്യൂസിക്, ഞാൻ പറയാതിരിക്കാൻ വയ്യ. അതായത് എനിക്ക് നല്ലപോലെ വർക്കായി മ്യൂസിക് BGM ഇതെല്ലാം അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തോന്നി. കാരണം ആ BGM കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പാണ് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നിയത് ഫിലിം. പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിച്ചു, ഉറങ്ങിയത് പോലുമില്ല, നേരെ സിനിമയ്ക്ക് പോയി. നല്ല ബോറായിരുന്നെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയേനെ, ഉറപ്പാണ്. കാരണം രാത്രി ഫുള്ള് ഉറങ്ങാതിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കണ്ണിൽ. അതുകൊണ്ട് ബോറായിരുന്നെങ്കിൽ ഉറങ്ങിപ്പോയേനെ, ഉറപ്പാണ്. ഒരിക്കലും ബോറടിപ്പിക്കത്തില്ല. റിപ്പീറ്റ് വാല്യൂ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വൺ ടൈം വാച്ചബിൾ. തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ആ സൗണ്ടും കാര്യങ്ങളും വിഷ്വലും എല്ലാം തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ഓക്കെ. പിന്നെ അതിൽ എടുത്ത് പറയേണ്ട ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമുണ്ട്. അതായത് ഈ കൊല്ലുന്ന സ്ത്രീകളുടെ പടം പുള്ളിക്കാരൻ ഒരു ബുക്കിൽ വരച്ച് വയ്ക്കും. ഓക്കെ. അതായത് പണ്ടത്തെ ഒരു ഡയറിയിൽ ഇങ്ങനെ വരച്ച് പോകും. ഒരു 1978 ഒരു ഡയറിയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഓക്കെ. അതിൽ വരച്ച്, അതായത് പുള്ളിക്കാരൻ അപ്രോച്ച് ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ വലയിലായ പെണ്ണുങ്ങൾ, അതായത് പെണ്ണുങ്ങളെ കൊലപ്പെടുത്തും, മമ്മൂക്ക കൊലപ്പെടുത്തും, ആ കഥാപാത്രം കൊലപ്പെടുത്തും. ആ കൊലപ്പെട്ട സ്ത്രീകളുടെ പടം ചുമന്ന പേന കൊണ്ട് വരച്ച് വെച്ചേക്കും. ഓക്കെ. അതുപോലെ അപ്രോച്ച് ചെയ്തിട്ട് കൊല്ലാൻ പറ്റാത്തവരെ പടം പച്ച കളറിൽ വരച്ച് വയ്ക്കും.
അവസാന സീനിലൊക്കെ കാണിക്കുന്നുണ്ട് വിനായകനെയും കൊല്ലണം, ഈ കൊല്ലാൻ വേണ്ടി, വിനായകനെയും കൊല്ലാൻ വേണ്ടി വരച്ച് വയ്ക്കുന്നുണ്ട്. അത് പക്ഷേ പച്ച കളറിലാണ് വരച്ച് വയ്ക്കുന്നത്. അതായത് പുള്ളിക്കാരൻ കൊല്ലാൻ ട്രൈ ചെയ്തിട്ട് നടന്നില്ല. അങ്ങനെ ഒരു സംഭവം അതിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടുപോകുമ്പോൾ മനസ്സിലാവും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന്. അതുപോലെ അതിൽ 1978 ഒരു ഡയറിയാണ് കാണിക്കുന്നത്. 1978 ഡയറിയാണ് കാണിക്കുന്നതെങ്കിൽ അതിൽ കാണിച്ചു പോകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2005 ആണ്. 2005 എന്ന് പറയുമ്പം 27 വർഷം, മാക്സിമം 27 വർഷത്തിൻ്റെ പഴക്കമുള്ള ഡയറിയാണ് കാണിക്കുന്നത്. പക്ഷേ അത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല കൂടുതലായിട്ടും. കാരണം മമ്മൂക്ക അതിൽ കാണിക്കുന്നത് നല്ല ഏജ്ഡായിട്ടുള്ള ഒരാളാണ്. ഏജ്ഡായിട്ടുള്ള ഒരാളെയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് മമ്മൂക്ക. മീൻസ് എങ്ങനെ പോയാലും ഒരു 50 വയസ്സ്, 50 വയസ്സുള്ള ഒരു പോലീസുകാരൻ്റെ റോളാണ് കാണിക്കുന്നത്. പക്ഷേ 1978 ഡയറിയിലാണ് ഇത് വരയ്ക്കുന്നത്. എന്തെങ്കിലും ഡയറക്ടർ ബ്രില്യൻസ് കാണും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ കുറച്ച് അധികം കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കും. ഫ്രെയിമിൽ കാണിക്കുന്നതല്ല, ഔട്ട് ഓഫ് ഫ്രെയിമിലുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കും. അപ്പോഴും കണ്ടതാണിത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു 5ൽ ഒരു 3, 2.8 അല്ലെങ്കിൽ 3, അതിൻ്റെ അകത്ത് അത്രയേ ഉള്ളൂ. അത്രയ്ക്കേ ഉള്ളൂ ഈ സിനിമ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. പലർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടായിരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എഡ്ജ് ഇങ്ങനെ ഭയങ്കര ത്രില്ലറായിട്ട് ഇങ്ങനെ ഇരുന്ന് ആരാണ് കൊല്ലാൻ പോകുന്നത്, ഇങ്ങനെ അടുത്ത ആരാണ്, അങ്ങനെയൊന്നുമില്ല. ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ മാത്രം കുറച്ചൊന്ന് ഗ്രിപ്പിംഗ് ആയിട്ട് ഇങ്ങനെ നമുക്കൊരു ക്യൂരിയോസിറ്റി വരും. കാരണം അതിലൊരു സാധനം ഇങ്ങനെ കാണിക്കും. റനീഷ വിജയനെ കാണിക്കുമ്പോൾ റനീഷ വിജയൻ പറയും ഭർത്താവ് ഇത് അറിഞ്ഞു എന്ന് പറയുമ്പം മമ്മൂക്ക ഇങ്ങനെ കൊച്ചും വെച്ചുകൊണ്ട്, അതായത് റനീഷയുടെ ഭർത്താവ് മമ്മൂക്കയാണ് എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫേക്കാണ്. അത് അങ്ങനെ ഒരു സംഭവമേ കാണിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് ചുമ്മാ ചെറിയൊരു കൺഫ്യൂഷന് വേണ്ടി ഇട്ടതാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, റനീഷ് കൊല്ലാൻ നോക്കിയത് റനീഷയ്ക്ക് മനസ്സിലായിട്ടുണ്ട് മമ്മൂക്കയാണെന്ന്. എന്നിട്ടും എന്തുകൊണ്ട് റനീഷ അയാളെ കല്യാണം കഴിച്ചു, അതായത് മമ്മൂക്കയെ കല്യാണം കഴിച്ചു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം. സിനിമ ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ എൻ്റെ മൈൻഡിൽ ഫുൾ അതാണ്. അവസാനം അത് കാണിക്കുന്നുണ്ട്, അത് ഫേക്കാണ്, അത് ചുമ്മാ കാണിച്ചതാണ്, വേറൊരാളാണ് പുള്ളിക്കാരിയുടെ ഭർത്താവ്. അത് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ അകത്തിട്ട ഒരു സംഭവമാണ്. ഒരൊറ്റ സീനേ ഉള്ളൂ. ആ ഒരൊറ്റ സീനിൽ എല്ലാവരും ഇങ്ങനെ, എൻ്റെ അടുത്തൊരു ചേച്ചിയാണ് ഇരുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് സിനിമയ്ക്ക് പോകുന്നത്. അടുത്തൊരു ചേച്ചിയാണ് ഇരുന്നത്. ആ ചേച്ചി ഇങ്ങനെ അതങ്ങനെ ശരിയാവും ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അതായത് കൊല്ലാൻ ശ്രമിച്ചതല്ലേ, പിന്നെ എങ്ങനെ കെട്ടി എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. തൊട്ടടുത്തല്ലേ ഇരിക്കുന്ന. കുറച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ മറന്നെന്ന് തോന്നുന്നു ആ കാര്യം. പിന്നെ അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചില്ല. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എലമെൻറ്റ്സ് ഇട്ട് നമ്മളെ പറ്റിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓവറോൾ ഒരു 2.8 ആണ് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് മാസ് എലമെൻറ്റ്സും കാര്യങ്ങളൊന്നും നോക്കി പോകരുത്. മാസ് BGM പ്രത്യേകിച്ച് മമ്മൂക്ക വരുമ്പം. കാരണം മമ്മൂക്ക അതിലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പറ്റില്ല, പക്ക നെഗറ്റീവ്. ഒരു സൈക്കോപാത്തിൻ്റെ ഒരു സ്വഭാവമുള്ളൊരു ക്യാരക്ടറാണ് അതിൻ്റെ അത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അവസാനം വിനായകൻ മമ്മൂക്കയെ തല്ലിക്കൊല്ലുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സ് കാണിക്കുമ്പോൾ പുള്ളിക്കാരൻ മരിച്ചിട്ടില്ല എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് മമ്മൂക്കയുടെ മാസൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇത് വിനായകൻ നായകനായിട്ടുള്ള മമ്മൂക്കയുടെ പക്ക നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ഫിലിമാണ്. അതുകൊണ്ട് അത് മാത്രം പ്രതീക്ഷിച്ച് പോവുക. ഓക്കെ. മറ്റേ നെഗറ്റീവ് ഷെയ്ഡുള്ളത് കൊണ്ട് കിടന്ന് മമ്മൂക്ക കാണുമ്പോൾ വിളിക്കണം, ബഹളം ഉണ്ടാക്കരുത് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് BGM ഒക്കെ കയറ്റി ഇത് മാസാക്കിയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഫാൻസിൻ്റെ ഒരു മറ്റേ തലയ്ക്ക് പിടിച്ച ഫാൻസുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അങ്ങനത്തെ ഒരു സിനിമ അല്ല ഇത്. ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം. ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, ഇങ്ങനെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് നടക്കുന്ന ഞാൻ പറഞ്ഞു 2005 കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. കാരണം മുക്കിലും മൂലയിലും CCTV ക്യാമറ, എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. പക്ഷേ അപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ല. ഫോൺസൊക്കെ ഭയങ്കര വിരളമാണ്. ക്യാമറകളൊക്കെ ഉള്ളതും ഭയങ്കര വിരളമാണ്. സോ ആ ഒരു കഷ്ടപ്പാടും ഇതെല്ലാം അതിൻ്റെ അകത്ത് കാണിച്ചു പോകുന്നുണ്ട്. 2004, 2005, 2006 അതിൻ്റെ അകത്താണ് ഈ കഥ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. എൻ്റെ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾ കാണാതെയൊന്നും ഇരിക്കരുത്. കാണാൻ തോന്നുകയാണെങ്കിൽ ഓരോ റിവ്യൂവും കാണണ്ട, പോയി കാണുക. എല്ലാ വീഡിയോസിലും ഞാൻ ഇതാണ് പറയുന്നത്. ഓക്കെ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ